ഒരുപാട് സ്വത്തുണ്ട്, കോടിക്കണക്കിന് മുതലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. 2 കോടി രൂപയുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആദ്യം കടവാണെന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ എനിക്ക് കടവില്ല. പിന്നെ എനിക്ക് 2 കോടി രൂപയുടെ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കുടുംബസ്വത്ത് വേറെയുണ്ട്. പിന്നെ 30 ലക്ഷം ബാങ്കിലുണ്ട്. പിന്നെ വേറെ ഇവിടെ വയനാട്ടിൽ വസ്തുവുണ്ട്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇടയിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ലായിരുന്നെന്ന്. അല്ലെങ്കിൽ അങ്ങനെ അത്രയും മുതലുള്ള ഒരാൾ ഒരിക്കലും എൻ്റെ നിരപരാധിയായ എൻ്റെ ആളിൻ്റെ മുതൽ വാങ്ങിക്കൊണ്ട് പോകത്തില്ലല്ലോ. പിന്നെ ഞാൻ 6 മാസം സമയം കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മുതൽ എങ്ങനെയെങ്കിലും തന്നാൽ മതി. ഞാനൊരു ആരുടെ മുന്നിൽ പോകുന്നില്ല, പോലീസ് സ്റ്റേഷനൊന്നും കയറി ഇറങ്ങുന്നില്ല, നഷ്ടപ്പെട്ടതിന് തിരിച്ച് തന്നാൽ മതിയെന്ന് പല സന്ദർഭവും കൊടുത്ത്. ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വയ്ക്കുക മറ്റേതെങ്കിലും രീതി ചെയ്തയാണെങ്കിൽ എനിക്ക് ഒരു അവസരം കൊടുത്തു 6 മാസത്തേക്ക്. 6 മാസമായിട്ടും അയാൾ തിരിച്ചൊരു മറുപടി പറയുകയോ വിളിച്ചാൽ ഫോൺ അടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.